വെനസ്വേലയിൽ ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിൽ എത്തിച്ചു. ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ന്യൂയോർക്കിലെ ന്യൂബർഗിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിലാണ് ലാൻഡ് ചെയ്തത്. അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ഇരുവരെയും ചോദ്യം ചെയ്യും. അതേസമയം ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് അമേരിക്കയുടെ എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ്. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മായ ബാലഗോപാൽ ചേരുന്നുണ്ട്. മായ, ഈ മദുറയെയും ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിച്ചു. ഇനി അവരെ ലഹരി വിരുദ്ധ സേന ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയെന്നാണ് അറിയുന്നത്. എന്താണ് ഏറ്റവും ഒടുവിലായി വരുന്ന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മായ, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്ക ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളിലും ചട്ടങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യരെ ഞെട്ടിക്കുന്ന നടപടിയാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയാതെ വയ്യ. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും അവരുടെ രാജ്യത്ത് നിന്ന് പിടികൂടി മറ്റൊരു രാജ്യത്ത് എത്തിക്കുക, കണ്ണു മൂടിക്കെട്ടി ബന്ദികളാക്കി സുരക്ഷാ സൈനികർക്കൊപ്പം അവരെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുക, ഇതൊക്കെ ട്രംപ് വലിയ അവകാശവാദങ്ങളായാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ട്രംപിൻ്റെ രീതികൾ എന്നും വ്യത്യസ്തമാണ്. പക്ഷേ ലോകക്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നീക്കങ്ങളിലേക്ക് ട്രംപ് കടന്നു കയറുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ. ഏതായാലും വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ കുറച്ചുകാലം വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. മഡുറോ ഏകാധിപതിയാണെന്നും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനഃസ്ഥാപിച്ചുവെന്നുമാണ് ട്രംപിൻ്റെ അവകാശവാദം. ഈ ഏകാധിപതി എന്ന് ട്രംപ് പറയുന്ന അവിടെ നിന്ന് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ആ ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് ട്രംപ് ഉദ്ദേശിച്ചത്. ട്രംപ് ഏറെക്കുറെ അതിലേക്ക് എത്തിയിരിക്കുകയുമാണ്. വെനസ്വേലയിൽ ആർക്കു വേണമെങ്കിലും മഡുറോയുടെ ഗതി വരാമെന്നും ട്രംപ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതും കണ്ടു. ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ കണ്ണുകെട്ടിയ നിലയിലുള്ള ചിത്രം പുറത്തുവിടാനും ട്രംപ് മറന്നില്ല. US നാവികസേന കപ്പലിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടത്. ആദ്യം നാവികസേന കപ്പലിലായിരുന്നു, അതിനുശേഷമാണ് ന്യൂയോർക്കിലേക്ക് ബന്ദികളാക്കി എത്തിച്ചതൊക്കെ. നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് എടുത്തു പറയുന്നത്. അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയുടെ താവളത്തിൽ എത്തിക്കും, ഇരുവരെയും ചോദ്യം ചെയ്യും. US കോടതിയിൽ ഇരുവരും വിചാരണ നേരിടേണ്ടി വരികയും ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. മായ, അമേരിക്ക വെനസ്വേല ഭരിക്കുമെന്നാണ് ഈ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അവരുടെ രാജ്യത്ത് ചെന്ന് കയറി അവരുടെ പ്രസിഡന്റിനെ ബന്ദിയാക്കി മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവന്ന് വിചാരണ നേരിടുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം ഭീകരമാണ് ആ ഒരു അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അമേരിക്കയെ ചെറുത്തു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നമ്മൾ ഹ്യൂഗോ ഷാവേസിൻ്റെ കാലം മുതൽ കണ്ടതാണ്. വെനസ്വേലയിൽ പല രീതിയിലുള്ള പോരാട്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയൊരു രാജ്യമാണ് വെനസ്വേല. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വ്യോമാക്രമണത്തിന് പിന്നാലെ വെനസ്വേലയിൽ നിലവിൽ അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തന്നെ. ഇനി വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രഖ്യാപനം. മഡുറോയുടെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അധികാരം ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇന്നലത്തെ വാർത്താ സമ്മേളനം, ഫ്ലോറിഡയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. ട്രംപ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഡെൽസി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയാണെന്നും കരുതാൻ വയ്യ. അതിനൊരു കാരണം അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഡെൽസി പ്രതികരിച്ചു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഡെൽസി റോഡ്രിഗസ് വെനസ്വേലൻ ജനതയെ അഭിസംബോധന ചെയ്യുകയുണ്ടായി ഇന്നലെ. അപ്പോൾ അവർ പറഞ്ഞത് മദുറോ ഇല്ലാത്തതുകൊണ്ട് മദുറോ തന്നെയാണ് ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റ്, അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് താൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് മാത്രം എന്നാണ് അവർ പറഞ്ഞത്. മദുറോയുടെ അടുത്ത ആളാണ് ഈ ഡെൽസി, അതുകൊണ്ട് ഡെൽസി ഒരിക്കലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോയിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. ട്രംപ് അവകാശപ്പെടുന്ന പോലെ ഡെൽസി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എന്ന് അവരുടെ ഈ അഭിസംബോധനയിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഒപ്പം മദുറോയുടെ വിശ്വസ്തരെ കയ്യിലെടുക്കാനും ട്രംപ് ശ്രമിച്ചു. പക്ഷേ ട്രംപിന് അതും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ പണം ഉണ്ടാക്കുമെന്നും ട്രംപ് എടുത്തു പറയുന്നുണ്ട്. ട്രംപിൻ്റെ കണ്ണും അവിടേക്ക് തന്നെയാണ്. പക്ഷേ എണ്ണ കമ്പനികൾ ട്രംപ് ഇത് പറയുന്നത് കേട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ട്രംപ് പറയുന്നത് പോലെ ഒരു രണ്ടാം ഘട്ട നീക്കത്തിന്, ആക്രമണത്തിന് തയ്യാറാവാനും സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ഒരു യുദ്ധത്തിലേക്കും നീങ്ങിയേക്കാം.
അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായ രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇറാഖിലൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ കണ്ടതാണ്. ഒരുപക്ഷെ അതുപോലെ തന്നെയായിരിക്കും ഇനിയിപ്പോൾ വെനിസ്വേലയുടെ അവസ്ഥ എന്നുള്ള തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇതിനോടൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ചൈനയാകട്ടെ, റഷ്യ ആകട്ടെ ഒക്കെ ഇതിനെതിരെ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പല രാജ്യങ്ങളും കരുതലോടെയാണ് ഈ അമേരിക്കയുടെ നടപടിക്കെതിരെ കരുതലോടെയാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ. അപ്പോൾ ഈ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? മായ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ അധിനിവേശത്തിൽ കരുതലോടെയാണ് ലോകരാജ്യങ്ങളിലെ പ്രതികരണം. അത്ര കൃത്യമായൊരു പ്രതികരണമൊന്നും എവിടെ നിന്നും വന്നിട്ടില്ല. പല നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കൃത്യമായൊരു പ്രതികരണം എന്ന് പറയുന്നത് റഷ്യ ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തരുത്. റഷ്യ കൃത്യമായ പ്രതികരണം നൽകിയിട്ടുമുണ്ട്. റഷ്യ ആവശ്യപ്പെടുന്നത് മഡുറോയെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും അമേരിക്ക വിട്ടയക്കണം, അതുതന്നെയാണ് തങ്ങളുടെ നിലപാട് എന്ന് റഷ്യ ഇന്നലെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അങ്ങനെയാണ് പ്രസ്താവിച്ചത്. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും നൽകുന്നുവെന്നാണ് റഷ്യ പറഞ്ഞത്. പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലിലൂടെ ഒരു രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ല എന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറയുന്നുണ്ട്. സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകൾ നടത്തുക, പ്രശ്നപരിഹാരം കണ്ടെത്തുക, മേഖലയിൽ സമാധാനം ഉറപ്പാക്കുക, ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണം എന്നൊക്കെയാണ് റഷ്യ പറയുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ കാര്യം മാറ്റി നിർത്താം. അമേരിക്കയിൽ തന്നെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഇന്നലെ നമുക്ക് കാണാനായി. ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് പ്രകടനങ്ങളുണ്ട്, പ്രതിഷേധങ്ങളൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്തു പറയുന്നു എന്നാണ് നോക്കിക്കാണേണ്ടത്. അത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മായ.